ഒരു ദിവസം ഇതുവഴി പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് എൻ്റെ കാല് തന്നെ ഇവിടെ ഒരു സൈഡിലോട്ട് തട്ടി. ഞാൻ നോക്കുമ്പോൾ ഒരു ഭയങ്കര കുഴി കാണുന്നു. അകത്ത് നല്ല കുഴി പോലെ ഉണ്ട്. അകത്ത് ഒരു കൊച്ചു വീണ പോയി അറിയാം, പക്ഷെ ഞാനും വീണ കിട്ടൂല. ഇത് ഒട്ടും നിസ്സാരമായ കാര്യമല്ല. നിങ്ങൾ കണ്ടതാണ്, ഈ പൈപ്പിന് എന്നേക്കാളും നീളം ഉണ്ടായിരുന്നത്. താന്നു പോവുകയാണ് പൈപ്പ്. അപ്പോൾ ജീവനിൽ കൊതിയുള്ളവർ ഈ വഴി നടക്കുന്നെങ്കിൽ ഈ സ്ഥലം ഓർത്ത് വെക്കുക. കൈതമുക്ക് പുന്നമർ റോഡാണ്. വളരെ തിരക്ക് കൂടിയ ഒരു റോഡും കൂടിയാണ്. ഏതെങ്കിലും കുട്ടികൾ ഓടിക്കൊണ്ടതിന് വാങ്ങുമ്പോൾ ഒടിഞ്ഞങ്ങ് താഴെ പോയി അപ്പോഴായിരിക്കും ഓടി വരണത്. അതുകൊണ്ട് തന്നെ ഈ സഞ്ചാരയോഗ്യമാകേണ്ട റോഡുകളിൽ അപകടകരമായ ഇത്തരം മാൻഹോളുകൾ മൂടപ്പെടുക തന്നെ ചെയ്യണം. വാർത്ത കഴിഞ്ഞ് മടങ്ങാനൊരുങ്ങിയപ്പോഴുണ്ട് പുകില്. കടയ്ക്ക് മുന്നിലെ കുഴി ചർച്ചയായാൽ അത് തങ്ങൾക്ക് വിനയാകുമോ എന്ന ഭയമാണ് കച്ചവടക്കാർക്ക്. വാർത്തയിൽ നിന്ന് പിന്നോട്ടില്ലെന്നുറപ്പിച്ച് ഓഫീസിലേക്ക്. അപ്പോഴതാ ഒരു ഫോൺ കോൾ. വാർത്തയാകുമെന്ന് ഭയപ്പെട്ടവർ തന്നെ താൽക്കാലികമായി കുഴിയടച്ചു. ഈ ഫുട്പാത്തിൽ ഇത് 2 ആഴ്ച മുകളിലായി ഈ കുഴി ഇവിടെ കണ്ടിട്ട് ഒരു അധികാരികളും ഇവിടെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല. ഇതാ കേട്ടല്ലോ, 2 ആഴ്ചയോളം മൂടാതെ കിടന്ന മാൻഹോളാണ്. നമ്മളൊരു മൈക്കും പൈപ്പുമായി വന്നപ്പോൾ 2 മണിക്കൂർ തികച്ച് വേണ്ടി വന്നില്ല. ദാ ഒരു സ്ലാബ് വന്നിരിക്കുകയാണ്. ഇനി വേണ്ടത് ശാശ്വത പരിഹാരമാണ്. സുരക്ഷിതമായ വഴികൾ ഒരുക്കേണ്ടത് അധികാരികളും. നെല്ലി മുരുകനൊപ്പം രാഹുൽ ജിനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.